ഇന്നത്തെ US ഡയറിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം കേരളത്തിലെ വളരെ പ്രമാദമായ മലങ്കര സഭയിലെ തർക്കങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളുമാണ്. അമേരിക്കയിലെ പ്രവാസി മലയാളികളുടെ പ്രവാസി സംഘടന പ്രധാനപ്പെട്ട ജാക്കോബൈറ്റ് ഓർത്തഡോക്സ് സഭാവിഭാഗങ്ങളിലുള്ള പ്രമുഖരാണ് ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ജയ് ടിവിയുടെ ഈ ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര സഭയിലെ തർക്കങ്ങളും അതിൻ്റെ സമകാലീന രാഷ്ട്രീയവുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഏതാണ്ട് 10 പതിറ്റാണ്ടായി നടക്കുന്ന ഒരു സഭാതർക്കം ഇന്നൊരു പുതിയ തലത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് വന്നിട്ട് 100 ദിവസം കഴിഞ്ഞ സമയത്ത് ഇത് വീണ്ടും ഒരു വളരെ വലിയ ഒരു തലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ഉള്ള ആൾക്കാരും പാത്രിയാർക്കീസ് സഭയെ പ്രതിനിധീകരിച്ച് ജാക്കോബൈറ്റ് സഭയെ പ്രതിനിധീകരിച്ചുള്ള ആൾക്കാരും ഇവിടെയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാനായിട്ട് എന്താണ് തങ്ങളുടെ ഇപ്പോഴത്തെ ഈ സഭയുടെ നിലപാടുകളെക്കുറിച്ച് തങ്ങളുടെ ഒരു അഭിപ്രായം? ആദ്യമേ തന്നെ ഇന്നത്തെ ഈ സംവാദം ഒരുക്കിയ ജയ്ഹിന്ദ് TV USA മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പേരിലുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കാരണം ആളുകളുടെ മനസ്സിലെ പല തെറ്റിദ്ധാരണകളുണ്ട്. മിക്കവാറും നമ്മളിപ്പം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കോടതി വിധിയേക്കാട്ടിലുപരിയായിട്ട് കേൾക്കുന്നത് മധ്യസ്ഥതയാണ്. അപ്പോൾ ആളുകളുടെ മുന്നിൽ വന്നിരിക്കുന്ന വലിയ കൺസേൺ എന്ന് പറയുന്നത് ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിയെന്ന് പറയുന്നത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്നത്. ഈ സഭ AD 231 മുതൽ തന്നെ കാതോലിക്ക സിംഹാസനവും കിഴക്കിൻ്റെ കാതോലിക്കായും എല്ലാം എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും അംഗീകരിച്ചൊരു വസ്തുതയാണ്. ഈ സഭ AD 231 മുതൽ 17-ാം നൂറ്റാണ്ട് പകുതി വരെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പല പേർഷ്യൻ രാജ്യവുമായിട്ട് ഈസ്റ്റ് പേർഷ്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പല മെത്രാപ്പൊലിത്തമാരും ഇവിടെ വന്ന് ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾ നടത്തിപ്പോന്നിരുന്നു. ഇതിനുശേഷം 17-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മാത്രമാണ് പാത്രിക്കീസ് എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് കേരള സഭ ബന്ധപ്പെടുന്നത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ആ ബന്ധപ്പെടുത്തൽ ഒരിക്കലും ഒരു കീഴ്പ്പെടുത്തലിൻ്റെ ബന്ധപ്പെടുത്തലായിട്ടല്ല, ആത്മീയത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് 1912 നിരണംപള്ളിയിൽ വെച്ച് സെപ്റ്റംബർ മാസത്തിൽ കാതോലിക്ക സിംഹാസനം ഇവിടെ സ്ഥാപിക്കുകയും കാതോലിക്കായ്ക്ക് പൂർണ്ണ അധികാരത്തോടുകൂടി കാതോലിക്ക ഭരിക്കുകയും ചെയ്തു. കാതോലിക്ക ബാബായിക്ക് മേൽപ്പട്ടക്കാരെ വാഴിക്കുവാനും മൂറൻ കൂദാശ ചെയ്യുവാനും മറ്റ് ലോകത്തുള്ള എല്ലാ സഭയിലെ മേൽദേശന്മാർക്കുമുള്ള പൂർണ്ണമായ അധികാരത്തോടു കൂടിയുള്ള ഒരു സ്വതന്ത്ര സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. എന്നാൽ ഈ സഭയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ വേണ്ടി സിറിയയിൽ നിന്നുമുള്ള പ്രേരണയാൽ ഇവിടെയുള്ള കുറച്ച് ആളുകൾ പാത്രിക്കീസ് വിഭാഗമെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവർ പല കാര്യങ്ങൾ പല സമയത്ത് ചെയ്തതിൻ്റെ പരിണതഫലമായിട്ട് പല കേസുകൾ പോയി. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വട്ടിപ്പണ കേസ്, റോയൽ കോടതി വിധികൾ, സമുദായ കേസ്, സെമിനാരി കേസ്, ഇങ്ങനെ നീണ്ട ഒരു കേസുകൾ ഈ സഭ കടന്നുപോയി. പക്ഷേ എല്ലാ അഗ്നിപരീക്ഷണങ്ങളെയും അതിജീവിച്ചൊരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. 1958 സുപ്രീം കോടതി വിധിയോടുകൂടി സഭയിലെ ശാശ്വത സമ്മാനം ഉണ്ടാകുന്നതിന് വേണ്ടി രണ്ടു കൂട്ടരും പരസ്പരം സ്വീകരിച്ച് എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി. എങ്കിൽ തന്നെയും അതിനുശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ഉടലെടുത്തു. അധികാരമോഹം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. AD 52 കേരളത്തിൽ ഒരു സഭ സ്ഥാപിച്ചതിൻ്റെ പാരമ്പര്യം മുഴുവൻ അവകാശപ്പെടുന്നത് ഓർത്തഡോക്സ് സഭയാണെന്നാണ് പറയുന്നത്. എന്താണ് തങ്ങളുടെ അഭിപ്രായം? AD 52 അങ്ങനെ ഒരു സഭ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ AD 52 സഭയുടെ തുടക്കമാണ് ഇതെന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ചരിത്രം 2000 വർഷത്തിലധികം പഴക്കമുള്ള സുറിയാനി സഭയെ പ്രതിനിധാനം ചെയ്യുന്നൊരു സഭ മാത്രമേ മലങ്കരയിൽ നിലനിൽക്കുന്നുള്ളൂ. അതിൻ്റെ എല്ലാ ചരിത്രവശങ്ങളിലേക്കും പോകുമ്പോൾ അന്ത്യോക്യ പാത്രിക്കീസിന് വിധേയമായി ആ പാത്രിക്കീസിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സഭ മാത്രമേ മലങ്കരയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഒരു വിഭാഗം അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ എല്ലാ കാലത്തും കീഴ്പ്പെട്ട് നിന്നുള്ള ചരിത്രപരമായ തെളിവുകളുണ്ട്. 1653 കൂനംകുരിശ് സത്യം മുതൽ
1850 CMS വിഭജന കാലത്തും 1889 നവീകരണ വിഭജന കാലത്തിലും 1876 മുളന്തുരു സുന്നഹോസിലും എല്ലാം അന്ന് എല്ലാ കാലഘട്ടത്തിലും സുറിയാനി സഭ അന്ത്യോക്യ പാത്രിക്കീസിന് വിധേയമായി നിന്നു. അദ്ദേഹത്തിന് അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ വിശ്വാസത്തിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന പൗരോഹിത്യത്തെ മാത്രമേ മലങ്കരയിൽ സ്വീകരിച്ച് പോന്നിട്ടുള്ളൂ എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പുതിയ സഭയുടെ ഉത്ഭവത്തെ പറ്റുന്നതിൽ യാതൊരു സാധീകരണവുമില്ല. രണ്ടുപേരും പറയുന്നത് ഒരേ തുടക്കത്തിൽ നിന്നും തുടങ്ങി സഭയിൽ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഒരു പഴയ കഥയല്ല, പഴയ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 10 പതിറ്റാണ്ടായിട്ട്, അതായത് 100 വർഷത്തോളം ആയിട്ട് ഈ സഭയിൽ നടക്കുന്ന വിഷയങ്ങളെ പരിഹരിക്കാനായിട്ട് എന്തുകൊണ്ട് ഈ സഭയുടെ രണ്ട് ഭാഗത്തു നിന്നും നിങ്ങൾ ആരും മുൻകൈ എടുക്കുന്നില്ല? ഞാൻ ഒരു മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പരിഹരിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല കേസുകൾ നടന്നു. 5-10 ഉത്കൃഷ്ടമായ കേസുകൾ സഭയിൽ നടന്നു. ഈ കേസിൻ്റെ പരിണതഫലമായിട്ട് 1958 അവസാനമായിട്ട് വിധി വന്നു. ഈ 34 ഭരണഘടന രണ്ടു കൂട്ടരും സ്വീകരിച്ചു. ഇത് കാണുന്നത് ഈ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് പാത്രിക്കീസ് ബാബായ്ക്കുള്ള അധികാരങ്ങൾ മലങ്കര സഭ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ സഭയിൽ വന്നിട്ട് ഇവിടുത്തെ അധികാരം വേണമെന്ന്, അതായത് പൈസയുടെ മാത്രം മോഹമാണ്. ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം 70 വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. കേസ് പോയി സുപ്രീം കോടതിയിൽ 1995 എല്ലാവരും ഉദ്ധരിക്കുന്ന വിധിയിൽ, അവസാനത്തെ വിധിയിൽ ആ സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മധ്യസ്ഥ നടത്തി തീർത്തുകൂടെയെന്ന്. കാരണം സുപ്രീം കോടതി വരെ ആരാഞ്ഞൊരു വിഷയമാണ്. അന്നേരം പാത്രിക്കീസ് വിഭാഗത്തിലെ ശ്രേഷ്ഠ ബാബ പോയി പറഞ്ഞത്, ഞങ്ങൾക്ക് മധ്യസ്ഥ വേണ്ട, ഞങ്ങൾ കോടതിയിൽ കൂടെ മാത്രം ഈ പ്രശ്നം പരിഹരിക്കൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്ന് കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധിയെ മാനിക്കാൻ തയ്യാറാകത്തന്നെ മാത്രമാണ് മലങ്കര സഭ ചോദ്യം ചെയ്യുന്നത്. അല്ല, പരിശുദ്ധ പാത്രിക്കീസ് ബാബയുടെ അധികാരങ്ങളെയോ ആത്മീയ അധികാരങ്ങളെയോ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിധി കോലഞ്ചേരി പള്ളി പ്രശ്നം സംബന്ധിച്ച് എറണാകുളം കീഴ്ക്കോടതിയിൽ വന്നൊരു വിധിയാണ്. ആ വിധി വന്ന ഉടനെ തന്നെ അവിടെ സമാധാനപരമായിട്ട് ഇരുവിഭാഗങ്ങളും ആരാധന നടത്തിപ്പോന്ന ആ പള്ളിയിൽ ആ വിധി ഉണ്ടായ ഉടനെ പാത്രിക്കീസാപക്ഷം ഒരു അപ്പീൽ കൊടുക്കുകയും ആ അപ്പീൽ നിലനിൽക്കെ, അതായത് അവിടുത്തെ ഭൂരിപക്ഷം ഇടവാംഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും അവരുടെ സംസ്കാരം മുതലായ ആത്മീയ ആവശ്യങ്ങളും വിഘ്നം കൂടാതെ ആ വിധി നിലനിൽക്കെ അതിൻ്റെ അധികാരം കൈമാറുന്നൊരു എളിയ ആവശ്യം ഉന്നയിച്ചിട്ട് അതിനോട് നീതി കാണിക്കാതെ, ഓർത്തഡോക്സ് പക്ഷം ഒരു സമരത്തിന് മുതിരുകയാണ് ചെയ്തത്. കോലഞ്ചേരി പള്ളിയെ സംബന്ധിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് അല്ല, ഫൈനൽ ജഡ്ജ്മെന്റ് അല്ല, ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രിയാർക്കീസ് പക്ഷം, ജാക്കോബിറ്റ് പക്ഷം ഈ വിധിയെ നിങ്ങൾ അനുകൂലിക്കുന്നില്ല, അതിനെതിരെയാണോ നിങ്ങൾ സമരം നടത്തുന്നത്? വിധിയെ ഞങ്ങൾ എതിർക്കുകയല്ല ചെയ്ത്. ആദ്യത്തെ സമരം ഞങ്ങളുടെ പാത്രിക്കീസ പക്ഷത്തു നിന്നുള്ള സമരം ഉണ്ടായത് ആ വിധിയിൽ ഒരു അപ്പീൽ നിലനിൽക്കെ, അതായത് മാറി മാറി വരുന്ന അനേകം കീഴ്ക്കോടതി വിധികളും മേൽക്കോടതി വിധികളും ഒരിക്കലും മലങ്കരയിലെ ഈ ഇരുവിഭാഗങ്ങളുടെയും സഭാതർക്കത്തിന് ശാശ്വത പരിഹാരമായിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിധി നിലനിൽക്കെ, അതിന് അപ്പീൽ നിലനിൽക്കെ, അതിൻ്റെ അപ്പീലിൻ്റെ പരിപൂർണത വരുന്നവരത്തേക്ക് ഇടപെടരുതെന്ന് മാത്രമാണ് ആദ്യം പാത്രിക്കീസ പക്ഷം അവിടെ ഉന്നയിച്ചത്. കോടതി ഒരു ചെറിയ വിധി പറഞ്ഞു, അതിൽ ഒരു കൺക്ലൂഷൻ വന്നിട്ടില്ല, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനെതിരെ ആയിട്ടാണോ നിങ്ങൾ സമരം നടത്തുന്നത്? കോടതി വിധിയെ ഞങ്ങൾ എല്ലാ കാലത്തും മാനിക്കും. പക്ഷേ കോടതി തന്നെ അസന്നിഗ്ധമായിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, സഭാതർക്കവും വിശ്വാസത്തിന് തർക്കവും വരുമ്പോൾ ഒരു കോടതിയുടെ ഭിത്തികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിന് ശാശ്വതമായി പരിഹാരം കാണുന്നില്ല. അതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, അതൊരു പ്രദേശത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. അത് ഗവൺമെൻറ്റിനും ജുഡീഷ്യറിക്കും അതിൽ ഭാഗവാക്കുണ്ട്. അതുകൊണ്ടാണ് ഒത്തുതീർപ്പ് ശ്രമത്തിൽ കൂടി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായം വരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം നീണ്ടു നിൽക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ, അതായത് അതുവരെയും അവർ കോടതി വിധിയെ മാനിക്കില്ല എന്നൊരു അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ടോ? ഈ സമാധാനം എന്നുള്ള വേർഡ് പറഞ്ഞത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കോടതി ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം മാധ്യമങ്ങളിൽ ഞാൻ കേൾക്കാനിടയായി. എനിക്ക് പറയാനുള്ള 1964 കാലഘട്ടം, പാത്രിക്കീസ് ബാബ കേരളം സന്ദർശിച്ച കാലഘട്ടം. അന്ന് കുന്നംകുളത്ത് പള്ളിയിൽ പള്ളി പ്രശ്നം കാരണം അവിടുത്തെ സ്വീകരണം അദ്ദേഹത്തിന് നിഷേധിച്ചു. അന്നത്തെ പത്രലേഖകർ കൂടി പത്രസമ്മേളനത്തെ അദ്ദേഹത്തോട് ചോദിച്ചു, പരിശുദ്ധ പിതാവേ, അങ്ങ് പാത്രിക്കീസ് ബാബ അല്ലേ, അങ്ങ് കേരളത്തിലുള്ളപ്പോൾ ഇവിടെ ഒരു സമാധാനം എന്തുകൊണ്ട് സ്ഥാപിച്ചിട്ട് പോയിക്കൂടാ? അതിന് മറുപടി അദ്ദേഹം പറഞ്ഞത്, ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിലോ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിലോ കീഴ്ക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിലോ ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്.
കോലഞ്ചേരി പള്ളിയുടെ തർക്കത്തിലാണെങ്കിൽ കീഴ്ക്കോടതിയുടെ എറണാകുളം സബ് കോടതിയുടെ ഉത്തരവ് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമാണ്. ആ അനുകൂലമായ ഉത്തരവിനില്ല, അതുകൊണ്ട് അത് ഫൈനൽ ആവുന്നില്ല. അത് ഫൈനൽ ആവണമെങ്കിൽ ആ വിധി വന്ന അപ്പോൾ തന്നെ ഞങ്ങളതിന് ഹൈക്കോടതിയിൽ റിവിഷൻ ഒരു അപ്പീൽ ചെയ്തിട്ടുണ്ട്. ആ അപ്പീലിനെ സംബന്ധിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ട്. അത് ഞങ്ങളുടെ വാദമുഖങ്ങളോ അവരുടെ വാദമുഖങ്ങളോ നടപ്പിലാക്കിയിട്ടില്ല. അവർ പറയുന്ന ആ കോടതി വിധി ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്നലത്തെ വിധി വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, അവിടെ ക്രമസമാധാന പാലനമുണ്ട്. ക്രമസമാധാന പാലനം നടത്തേണ്ടത് ഗവൺമെൻറ്റാണ്. ഇന്നത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നയാൾ ഓർത്തഡോക്സ് പക്ഷക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഒരു കോടതി വിധി, അതും പരിപൂർണമല്ലാത്ത ഒരു വിധിയെ ബേസ് ചെയ്തിട്ട് ഇങ്ങനൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതിൽ ഈ ഭരണവുമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമുണ്ടോ? ഉമ്മൻചാണ്ടി നിഷ്പക്ഷമായ ഒരു രീതിയാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഓർത്തഡോക്സുകാരനായപ്പോൾ എന്നുള്ള പുള്ളിയുടെ ഒരു വലിയ ബലഹീനതയാണ്. അതുകൊണ്ട് കോടതി ഓർഡർ നടപ്പാക്കാൻ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കോലഞ്ചേരി കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്തത് പാത്രിക്കീസ് പക്ഷക്കാരാണ്. ഇവർ കോടതി ഓർഡർ ഒരു വിധി ബഹുമാനിക്കാനല്ലെങ്കിൽ കോടതി പോകരുത്. കോടതി പോയിട്ട് അവർ കൊടുത്ത പരാതിയുടെ വിധി പോലും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. അത്ര ഒരു അൺഹെൽത്തി രീതിയിലാണ് ഈ സംഗതികൾ പോകുന്നത്. 1934 ഭരണഘടന പ്രകാരം സംഗതികൾ എല്ലാ പാരീഷും അതും പ്രകാരം ഭരിക്കപ്പെടണമെന്നും ഫാദർ ജേബ് കുര്യന് കീ കൊടുക്കണമെന്നും പള്ളിയുടെയും പാരീഷിൻ്റെയും പിന്നെ റിസീവറെ വെക്കാൻ പറ്റുകയില്ലെന്നും പിന്നെ 1972 ശേഷം ക്രമകരമായിട്ട് നിയമപരമായിട്ട് ഇലക്ഷൻ നടത്തിയെന്നുമാണ്. ആ എല്ലാ കൗണ്ടിലും അവർ നഷ്ടപ്പെട്ടു. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്ന വിധി എന്ന് പറയുന്നത് ഇവർക്കൊന്നും അനുകൂലമായിട്ടല്ല. ആ പാടെ ഒരു കോർട്ട് അഡ്വൈസാണ്. കഴിയുമെന്നുണ്ടെങ്കിൽ ഇത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിൽ തീർക്കാൻ വേണ്ടി മാത്രം, അതൊരു വിധിയല്ല. കോടതിയാണ് ഒരു അഡ്വൈസ് തന്നത്. അതിനെ ബേസ് ചെയ്ത് ഇത്തരം ഒരു വലിയൊരു അജിറ്റേഷൻ ഇപ്പം കോലഞ്ചേരി ഇഷ്യൂയിൽ തൊട്ട് നിങ്ങൾ തുടങ്ങുന്നതിൻ്റെ അകത്ത് എന്ത് ന്യായീകരണമാണുള്ളത്? ഓർത്തഡോക്സ് പക്ഷക്കാരനായ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പ്രകടനം നടത്തുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയതും ഓർത്തഡോക്സുകാരാണ്. ആ മന്ത്രിസഭയിലെ രണ്ടാമനോ മൂന്നാമനോ ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്കും പ്രകടനം നടത്തിയത് ഓർത്തഡോക്സുകാരാണ്. അവരുടെ പ്രിയപ്പെട്ട ബാബാമാരും മെത്രാച്ചന്മാരുമാണ് കോലഞ്ചേരിയിൽ ഉപവാസ സമരം പ്രഖ്യാപിച്ച് കേരളത്തിലെ ജുഡീഷ്യറിയെയും കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും വെല്ലുവിളിച്ചത്. യാക്കോബായക്കാരല്ല. അവർ അങ്ങനെ ഒരു പ്രക്ഷോഭണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളൊരു പ്രാർത്ഥനാ യജ്ഞം അവിടെ തുടങ്ങിയത്. കേരളത്തിലെ ഈ സർക്കാരിനെയും ജനങ്ങളെയും മതവിശ്വാസികളെയും ഈ ഭരിക്കുന്ന സർക്കാരിനെയും വെല്ലുവിളിച്ചത് ഓർത്തഡോക്സുകാരാണ്. അവരുടെ ആളായിട്ട് കൂടി വെല്ലുവിളിച്ചത് അവരാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് പക്ഷക്കാരനായാലും നിയമം നടപ്പാക്കണം. അത് ഞങ്ങൾ ഓർത്തഡോക്സുകാരനാണ് എന്നതുകൊണ്ട് പ്രത്യേക പരിഗണന കൊടുക്കുകയില്ല. അദ്ദേഹം നിയമം നടപ്പാക്കേണ്ട ചുമതല നടപ്പാക്കി അത് ഓർത്തഡോക്സ് ഭാഷത്തിനായാലും ഏത് മറ്റു ഭാഗം ചെയ്യിച്ചാൽ അവർക്കായാലും നടത്തി കൊടുക്കണമെന്ന്. അല്ല, അവർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം ഈ ഇലക്ഷനിൽ പോലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ സഭ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് കാരണം അവർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് 6-7 സീറ്റുകൾ ഞങ്ങൾ മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു പക്ഷപാതിത്വം നിങ്ങളൊരു വിശ്വാസത്തിലെടുക്കാതെ നിങ്ങൾക്ക് ഈ സമരത്തിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നടപടികളെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കീഴ്ക്കോടതി വിധിയിന്മേൽ ഒരു അപ്പീൽ നിലനിൽക്കെ അങ്ങനൊരു വിധി നടപ്പാക്കുക, ആ അപ്പീലിൽ ഒരു അന്തിമ തീരുമാനം വരാതെ അതും പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് നിൽക്കുമേ അവിടെ കൂടുതൽ കലാപങ്ങളും അസ്വസ്ഥതകളും പുറപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതൊരു കേസിനെ ഒരു ഒറ്റപ്പെട്ട കേസല്ല, ഒരു സമൂഹത്തെയും ഒരു പ്രദേശത്തെയും കേരളത്തിലെ ആകമാനത്തെയും ബാധിക്കുന്നൊരു കേസിൽ അത് വിസ്ഫോടനം ചെയ്യാതെ സൂക്ഷിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത കൂടിയാണ്. ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം കീഴ്ക്കോടതി വിധി അപൂർണമായി നിൽക്കെ നടപ്പാക്കാൻ സാധിച്ചത്. അല്ല, അങ്ങനെ ഒരു വിധി വന്നാൽ, വിധി അല്ല ഒരു അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിനുണ്ട്. അത് ഏത് വർഷത്തായാലും അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ മാനിക്കുന്നില്ലെങ്കിൽ പിന്നെ കോടതികളിൽ കൊണ്ട് നമുക്ക് ഇതിന് പരിഹാരം കാണാൻ പറ്റുമോ? ഇല്ല, അതിന് പൂർണ്ണത വന്നിട്ടില്ല. അപ്പോൾ ഇരുഭാഗങ്ങളോടും ചർച്ച നടത്തി. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് ഒരു കീഴ്ക്കോടതി വിധി നടപ്പാക്കാൻ അദ്ദേഹത്തിന് തയ്യാറാകാവുന്നത്. ആ കീഴ്ക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കെ അത് അന്തിമമായ തീരുമാനം വരാതെ
അത് കൂടുതൽ സമുദായ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അസ്വസ്ഥതയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നടപ്പാക്കാൻ പറ്റില്ല. അത് അദ്ദേഹം ഒരു വിഭാഗത്തെയും പ്രതികരിച്ചിട്ടില്ല. വളരെ നിഷ്പക്ഷവും ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി ഡ്യൂട്ടി അദ്ദേഹം നിർവഹിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇവരുടെ അഭിപ്രായത്തിന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ തർക്കത്തിലൂടെ പരിഹരിക്കാൻ വയ്യാത്തതുകൊണ്ടാണല്ലോ കോടതി പോയത്. കോടതി വിധിച്ചാൽ അതിന് ബാധ്യസ്ഥമായിട്ട് കാര്യങ്ങൾ നീങ്ങാൻ ചുമതലപ്പെട്ടവരാണ്. പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ അതിനെ വെല്ലുവിളിക്കുകയല്ല, അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തിക്കുകയാണ് വേണ്ടി. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് നടത്തിയിട്ട് അവിടെ ഓരോരോ മുദ്രാവാക്യം വിളിച്ചത് അവിടെ നിന്ന് ആരെങ്കിലും വന്ന കൈവെട്ടും കാല് വെട്ടും എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ പെർസ്പെക്റ്റീവിൽ ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന. ആ കാര്യത്തിൽ രണ്ട് കൂട്ടരും അത് തന്നെ ഒരു സമര രംഗത്ത് രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ തന്നെയാണ് പങ്കെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പം അങ്ങനെ വ്യക്തിപരമായിട്ട് അവരൊരു സമരരംഗത്തിറങ്ങി, നിങ്ങൾ ഒരു സഭയുടെ തുടക്കം തന്നെ ഒരു സഭയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഒരു സഭയിലെ വിഷയം ഒന്നെങ്കിൽ അത് കോടതി പറയുന്നത് പോലെ നിഷ്പക്ഷമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭാ നേതൃത്വത്തിന് വിട്ടുകൊടുക്കണം. ഇവിടെ നിങ്ങൾ ഒരു കാര്യത്തിലും ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കുന്നില്ല, കോടതി വിധി അംഗീകരിക്കുന്നില്ല, അനുരഞ്ജനത്തിന് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പാത്രക്കീസ് ബാവ ഈ ഇഷ്യൂടെ വന്നപ്പോൾ പാത്രക്കീസ് വിഭാഗക്കാരനായ TM ജേക്കബിന് രാജിവെക്കാൻ തയ്യാറാണ്, TA കുരുള രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ മലങ്കരയുടെ സന്താനമായ ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? ഉമ്മൻചാണ്ടി ആർക്ക് വേണ്ടിയാണ് ഫേവറിസം കാണിക്കുന്നതെന്ന് വ്യക്തമാക്കണം. കോടതി വിധി നടപ്പിലാക്കുവാനേ ആവശ്യപ്പെട്ടു. ഈ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ഔദാര്യം വേണ്ട. ഇപ്പോൾ അവൻ്റെ അതർ ഹാൻഡ് VS അച്ഛനാണ്ട് അനുവാദം വേണ്ട, അവരുടെ സിമ്പതിയും വേണ്ട. പക്ഷെങ്കിൽ നീതിയും ന്യായവും മാത്രം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. നിഷ്പക്ഷമായിട്ട് ഈ രണ്ട് സഭാ വിഷയത്തിൽ തങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ സഭാ തർക്കത്തെപ്പറ്റി ഓർത്തഡോക്സ് സഭയിലെ അമേരിക്കയിലെയും യാക്കോബായ സഭയിലെ അമേരിക്കയിലുമുള്ള പ്രതിനിധികൾ വളരെ വിശദമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സഭാതർക്കത്തിൻ്റെ പേരിൽ വൈദികരും തിരുമേനിമാരുമൊക്കെ തെരുവിലിറങ്ങി സമരം നടത്തുന്നതും മന്ത്രിമാരുടെ വീടുകൾ ഉപരോധിക്കുന്നതും ഒന്നും ക്രിസ്തീയ സമൂഹത്തിൻ്റെ അന്തസ്സിനും ഭദ്രതയ്ക്കുമൊന്നും ഭൂഷണമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതുപോലെയുള്ള പ്രവണതകൾ തുടങ്ങരുത് എന്ന് രണ്ട് പക്ഷത്തിലെയും സഭാ നേതൃത്വത്തോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനായിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു മുന്നോട്ട് വെക്കാനുള്ള? ഉമ്മൻചാണ്ടി പല കാര്യങ്ങളും പറഞ്ഞു, അനുരഞ്ജനത്തിന് പല മാർഗ്ഗങ്ങളും അദ്ദേഹം പറഞ്ഞു. പക്ഷെങ്കിൽ ഒരിക്കൽ പോലും ഇവരത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഈ കോടതി വിധി നടപ്പിലാക്കുന്ന കാര്യമാണ്. അതിനൊരു സിസ്റ്റമുണ്ട്. അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, കോടതിയിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഒരു വിധി വന്നാൽ ഓടിപ്പോയിട്ട് അത് നടത്തി തന്നത് ഗവൺമെൻറ്റിനോടല്ല പറയേണ്ടത്. അത് പറയേണ്ടത് അതിന് പകരം അത് കോടതി വിധി ഒരു ഡിഗ്രി ആയിട്ട് മേടിച്ചിട്ട് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ആ പെറ്റീഷൻ ആയിട്ട് കോടതി പോലീസ് അധികാരികൾ അത് നടത്തി കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് രാജ്യത്തുള്ളത്. അല്ലാതെ ഗവൺമെൻറ് ഓടിച്ചെന്ന് എവിടെയെങ്കിലും ഒരു വിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് നടപ്പിലാക്കുന്ന സിസ്റ്റമല്ല ഉള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ ചോദിച്ചത് സഭയിൽ സമാധാനം ഉണ്ടാകാനായിട്ടുള്ള മാർഗ്ഗമാണ് ചോദിച്ചത്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ ഇവിടെ ഇരിക്കുന്ന തലമുതിർന്നതായിട്ടുള്ള പല ആളുകൾക്കും അവരുടെ ചെറുപ്പകാലത്തുണ്ടായ ഒരു 35 വർഷം മുമ്പുണ്ടായ ഒരു സഭാ സ്പ്ലിറ്റ്, ഞങ്ങളെപ്പോലുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകളുടെ ഞങ്ങൾ ജനിച്ചു വീണത് ഈ തർക്കത്തിനകത്തേക്കാണ്. ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം താല്പര്യമില്ല. അതുപോലെ രണ്ട് സൈഡിലേയും മറ്റുള്ള സഭാംഗങ്ങൾക്ക് അത് കൊണ്ടുപോകണം താല്പര്യമില്ല. പക്ഷെങ്കിൽ അത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ പല പ്രശ്നങ്ങളുണ്ടായ ഈ സ്ഥലങ്ങളിലൊക്കെ പള്ളികൾ അവിടുത്തെ രണ്ട് കൂട്ടരും സഭാ നേതൃത്വം ഇടപെട്ടിട്ടല്ല, രണ്ട് കൂട്ടരോട് ഒരുമിച്ചിരുന്നു, സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, വസ്തുക്കൾ വീതം വെച്ചു, പള്ളിയും സിമിട്രിയും ഒക്കെ വീതം വെച്ചു, കാര്യങ്ങൾ തീർത്തു. ഈ അടുത്തിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വലമ്പൂർ പള്ളിയിൽ, കണ്ടനാട് ഭദ്രാസനത്തിലെ വലമ്പൂർ പള്ളിയിൽ അത് സാധിച്ചു. മലബാർ ഭദ്രാസനത്തിൽ വെറും 2 പള്ളികളിലേ ഉള്ളൂ ഇനി പ്രശ്നം തീരാൻ. 17 പള്ളികളിൽ 15 പ്രശ്നം തീർന്നു. തൃശ്ശൂർ ഭദ്രാസനത്തിൽ പ്രശ്നങ്ങൾ തീർന്നു. കോട്ടയം ഭദ്രാസനത്തിൽ പ്രശ്നം തീർന്നു. പിന്നെ എന്താണ് പ്രശ്നം? ഈ അതാത് ഇടവക തലത്തിൽ പരിഹരിക്കുക എന്നുള്ളത് കവിഞ്ഞ് വേറെ ഈ കോടതി വിധികൾ ഇതിനൊന്നിനും ഒരു ഫൈനലായിട്ടുള്ള ഒരു പരിഹാരമല്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വിധി പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഒരു ക്രിസ്തീയ സഭ രൂപം കൊണ്ടു. ആ സഭയിൽ ഇപ്പം അനവധി വിഭാഗങ്ങളുണ്ട്. ഇപ്പം മലങ്കര സഭയിൽ ജാക്കോബിറ്റ്, ഓർത്തഡോക്സ്, റോമൻ, ലാറ്റിൻ ഡിവിഷനുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓരോ സഭകൾ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന്, സിറിയയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ മറ്റ് ദേശങ്ങളിൽ നിന്ന് വന്ന, നമ്മുടെ ഇന്ത്യ കാലാകാലങ്ങൾ ഭരിച്ച കാലഘട്ടത്തിനനുസരിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുണ്ടായിരുന്ന ആൾക്കാരെ അവരുടെ ഭരണത്തിന് അനുകൂലമായിട്ട് അവർ മാറ്റിയെടുത്തു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു പാരമ്പര്യം എങ്ങനെ അവകാശപ്പെടാൻ പറ്റും? പോർച്ചുഗീസുകാർ വാസ്കോഡിഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ ചരിത്രരേഖകളിൽ കാണുന്നത്
കുരിശ് ധരിച്ച പുരോഹിതന്മാർ പല തെരുവുകളിലും കണ്ടു എന്ന് ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ AD 3-ാം നൂറ്റാണ്ടിലെ ക്നായിത്തോമാരുടെ കുടിയേറ്റം അനുസരിച്ച് സിറിയക്കാരുടെ ഒരു വൻ കുടിയേറ്റം ഇവിടെ ഉണ്ടായിരുന്നു. പേർഷ്യൻ സഭയുടെ ചരിത്രത്തിൽ മലങ്കര സഭയുമായിട്ട് ബന്ധപ്പെട്ട അനവധി രേഖകളുണ്ട്. അന്ന് പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാച്ചന്മാരായിരുന്നു മലങ്കരയുടെ സഭയുടെ ആത്മീയ കാര്യങ്ങൾ നടത്തി തന്നുള്ളതിനാണ് വളരെ വ്യക്തമായിട്ടുള്ള രേഖകൾ ചരിത്രത്തിൽ. അതായത് ഈ സഭാ വിശ്വാസികൾ, ഈ സഭാ അംഗങ്ങളെല്ലാവരും പൂർവികരായിട്ട് ഈ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി ആ സഭയുടെ അതേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന യാതൊരുവിധ കൺവേർഷനും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് നിങ്ങൾ ഈ ചരിത്ര രേഖകൾ വിശകലനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അത് തീർച്ചയായും പറയാനുള്ള വ്യക്തമായിട്ടുള്ളൊരു രേഖ തോഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭയുണ്ട്. ഇന്ന് നെസ്തോറിയൻ വിശ്വാസത്തിൽ ബന്ധപ്പെട്ട് പേർഷ്യൻ സഭയിൽ നിന്ന് കുടിയേറ്റി വന്നിട്ടുള്ള ആൾക്കാരാണ് തോഴിയൂർ കൽദയ സുറിയാനി സഭ. അതായിരുന്നു യഥാർത്ഥമായിട്ടുള്ള സുറിയാനി പിന്തുടർച്ച അവകാശം. അത് അന്ത്യോക്യയുമായിട്ട് ആ ഒരു ബന്ധം വിടർത്തിയിട്ട് 16-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് അന്ത്യോക്യയുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനു മുമ്പ് വരെ ചരിത്രപരമായിട്ട് പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു കേരളത്തിന് മലങ്കര സഭയ്ക്ക് ബന്ധമുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ സഭാ ചരിത്രത്തിൽ ഇത് നിങ്ങൾ പറഞ്ഞ ഇത് അവരുടെ മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണോ, അതോ നിങ്ങൾ ഇതൊരു സഭയിൽ നിന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസം സഭാതർക്കം? അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് സിറിയൻ സഭയായിട്ടുള്ള ബന്ധം ഇടക്കാലം കൊണ്ട് സ്ഥാപിച്ചതാണെന്നല്ല അവകാശപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 10 വർഷമായിട്ട് 10 നൂറ്റാണ്ടുകളായിട്ട് ഇവർക്ക് ഇതെല്ലാം അറിയാം, അല്ലെങ്കിൽ ഒരു 200 വർഷമായിട്ട് ഇതൊക്കെ അറിയാമെങ്കിൽ ഇപ്പോഴും ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നത്. ഞങ്ങളുടെ അച്ഛന്മാരിടുന്ന അതേ ലോഹയും അതേ കുർബാനയും സുറിയാനി കുർബാനയായിട്ടൊക്കെ അവർ മുന്നോട്ട് പോകുന്നു. തുബ്ദേനകത്ത് പരിശുദ്ധ പാത്രീസ് ബാവയുടെ പേര് അവർ പറയുന്നുണ്ട്. ഇതൊന്നും വേണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കട്ടെ. കർത്താവായ യേശുമിശിഹ ധരിച്ച വേഷം തന്നെയാണ് അച്ഛന്മാരിടുന്നത്, ലോങ്ങായിട്ടുള്ള കുപ്പായമൊക്കെ. അത് പാത്രീസ് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പാത്രീസ് ബാവായുടെയോ ആൾക്കാരുടെ ഉപ്പായമാണെന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അത് വിദേശത്ത് നിന്ന് വന്നവരുടെ മാത്രം പാരമ്പര്യമാണ് എന്ന് അവകാശപ്പെടുന്നത് തികച്ചും 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മാർത്തോമാ ശ്ലീഹ AD 52 ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ പള്ളികൾ സ്ഥാപിക്കുകയും ഇന്ത്യയിലുണ്ടായിരുന്ന അന്നത്തെ നമ്പൂതിരിമാരെയെല്ലാം കുറേ പേരെ കൺവേർട്ട് ചെയ്ത് ക്രിസ്തീയ വഴിയിലോട്ട് കൊണ്ടുവരികയും ചെയ്തതിന് ചരിത്രരേഖകളുണ്ട്. അത് ആരും തർക്കിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പാത്രീസ് പക്ഷത്തുള്ളവർക്കും അവർ വാദത്തിന് വേണ്ടി പലതും പറയും. മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടത്തമില്ലെന്ന് വരെ പറയാനുള്ള ധൈര്യവും തന്നോട് അവർ കാണിച്ചു. അത് തെറ്റാണെന്ന് അവർക്കറിയാം, മനസാക്ഷിക്ക് യോജിച്ചതല്ലെന്നറിയാം. എന്നാലും വാദത്തിന് വേണ്ടി അവരത് പറയും. കോടതിയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കോടതിയിലും വാദത്തിന് വേണ്ടി പലതും പറയും. അത് നിക്കക്കളിയില്ല, തോക്കുന്നു എന്ന് കാണുമ്പോൾ പറയും ശരി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അനുരഞ്ജനത്തിന് പോകാമെന്ന് പറയും. എന്നാൽ ഈ അനുരഞ്ജനം കോടതി പോകുന്നതിന് മുമ്പ് ചെയ്തുകൂടെ? നടക്കത്തില്ല. കോലഞ്ചേരി വിഷയത്തിലാണെങ്കിൽ കേസിന് പോയത് അവരാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരാവശ്യപ്പെട്ടു. ആ സ്റ്റാറ്റസ് കോ വേണ്ടെന്നും പറഞ്ഞാണ് അവർ പോയത്. അവർക്ക് മുഴുവനായിട്ട് വേണം. അവർ മതിൽ പൊളിക്കുകയും അതുപോലെ ഈ തൻ്റെ അടുത്തോട് കയറാവുന്ന സ്ഥലങ്ങളിലെല്ലാം കയറി, ഇങ്ങനെയുള്ള ഒരു ശക്തിയുടെ മാർഗ്ഗമാണ് അത്. അവർ ഭക്തിയുടെ മാർഗ്ഗമല്ല അവർ അവലംബിച്ചിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതിന് നിങ്ങൾക്ക് മുൻകൈ എടുത്തുകൂടാ? ഈ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ടല്ല നടക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ കോടതിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് വിധി ഉണ്ടായിട്ടുണ്ട് ന്യായം എവിടെയാണെന്നുള്ളത്. ഈ ന്യായം നടപ്പിൽ വരുത്തുക, ന്യായം നടപ്പിൽ വരുത്തേണ്ടവർ അന്യായമായി മാറി നിൽക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മുൻകൈ എടുത്തുകൂടാ? ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ഈ പ്രശ്നത്തിന് വ്യക്തമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഈ മലങ്കര സഭയിലെ ഈ വിഷയം സമവായത്തിലൂടെ ചർച്ച ചെയ്ത് പല പള്ളികളിലും ഇതുപോലെ ചർച്ച ചെയ്ത് വിജയിച്ച് പള്ളി അംഗങ്ങൾ സമാധാനത്തിൽ ഇരു പള്ളികളായി തിരിഞ്ഞ് പുരോഗതി പ്രാപിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെ വേണമെന്ന് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം മാത്രമല്ല, ഇതര ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരും സാമുദായിക മേലധ്യക്ഷന്മാരുമെല്ലാം ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ, കീഴ്ക്കോടതി ജഡ്ജിമാർ ഇവരെല്ലാം കേസ് പരിഗണിക്കുമ്പോൾ പറയുന്നത് അടുത്ത ഒരു 100 കൊല്ലം വരേക്ക് ഈ സഭാ കേസ് നടത്തിയാലും ഇത് തീരാൻ പോകുന്നില്ല, ഇതിന് സമവായത്തിലൂടെ പരിഹാരം കാണണം, അതേ വിജയിച്ചിട്ടുള്ളൂ. ഓർത്തഡോക്സ് സഭയുടെ മുൻ കാതോലിക്ക ദിദീമോസ് ബാവ മലബാർ ഭദ്രാസനത്തിൽ മെത്രാപ്പൊലീത്ത ആയിരുന്നപ്പോൾ വളരെ വിജയകരമായിട്ട് ഏതാണ്ട് 15ഓളം പള്ളികളിൽ അവിടുത്തെ സഭാതർക്കങ്ങൾ സമവായത്തിലൂടെ പരിഹരിക്കാൻ അദ്ദേഹം സഹകരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം കാതോലിക്ക ബാവയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഹകരണം തുടർന്നുകൊണ്ട് പോകുവാൻ
ഓർത്തഡോക്സ് സഭാ നേതൃത്വം അദ്ദേഹത്തെ അനുവദിച്ചില്ല. പക്ഷേ അങ്ങനെ വളരെ വേദനാജനകമായ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ മലങ്കര സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇരു സഭകളിലെയും നേതാക്കളും അതത് പള്ളിയിലെ മെമ്പർമാരും പൊതുയോഗം വിളിച്ചുകൂട്ടി ആ പള്ളിയിലുള്ള ഇടവഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഒരിക്കലും ഹനിക്കാതിരിക്കത്തക്ക രീതിയിൽ വേണ്ട നടപടികളെടുത്ത് ചർച്ച ചെയ്ത് ഒന്നുകിൽ ആരാധനാ സമയം ക്രമീകരിക്കുക, ഇല്ലെങ്കിൽ ഇരു സഭകളായിട്ട് ഇരു പള്ളികളായിട്ട് പിരിഞ്ഞ് ഓരോ മെമ്പർക്കും ആവശ്യപ്പെട്ട ഇത് കൊടുത്ത് ദൈവിക അന്തരീക്ഷത്തിൽ സ്നേഹത്തോടു കൂടിയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതെന്നാണ്. അല്ല, രണ്ട് കൂട്ടരും ഇത് അവകാശപ്പെടുന്നുണ്ട്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന്. പക്ഷേ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ തങ്ങൾക്ക് നിഷ്പക്ഷനായിട്ട് ഇതിൻ്റെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനിവിടെ ഇത്രയും നേരം ഇരുന്ന് കേട്ടതിൽ പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഒരു സഭയുടെ മുഖ്യമന്ത്രിയല്ല. നമ്മൾ ക്രിസ്ത്യാനികൾ ഉമ്മൻചാണ്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ 100 ദിവസം അവർ ഭരിച്ചിട്ടും പല പ്രശ്നങ്ങളിൽ കൂടാണ് ഉമ്മൻചാണ്ടി ഇപ്പം പോകുന്നത്. ദയവേത് നിങ്ങളാരും ഈ കേരള മുഖ്യമന്ത്രിയുടെ ഒരു സൈഡ് പിടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയല്ലേ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ബിഷപ്പുമാരും അച്ഛന്മാരും അവരാണ് നമ്മളെ ആത്മീയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവരുടെ ജോലി ആത്മീയപരമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിലേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കേട്ട് വരുമ്പം ഒരു സ്വത്ത് തർക്കം പല ആൾക്കാരും പറയാതെ പറയുന്നുണ്ട്, ആർക്കും തുറന്നു പറയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട്, അടുത്ത ആൾ പറയുന്നു. പക്ഷേ രണ്ട് ഭാഗത്തും ഈ ഒരു സ്വത്ത് തർക്കം ഇതിൻ്റെ അകത്തില്ലേ? മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഉപവാസ മനുഷ്യൻ സ്വത്ത് വീതം വെക്കാൻ വേണ്ടിയല്ല. ഒരു കെട്ടിടത്തെ കുദാശ ചെയ്ത് പള്ളിയുടെ ഭാഗം ഒരു പള്ളിയാക്കി കഴിഞ്ഞാൽ ആ പള്ളിയുടെ മേലുള്ള അധികാരം മലങ്കര മെത്രാപ്പോലീത്തായ്ക്കാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 2002 പുത്തൻകുരിശിലുണ്ടാക്കിയ പുതിയ സൊസൈറ്റിയുടെ ഭരണഘടനയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ അസോസിയേഷൻ ഭരണഘടന 2002. അതിൻ്റെ 11-ാം വകുപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്, സഭയുടെ സ്വത്തുക്കളോ ആദായമോ വരുമാനങ്ങളോ യാതൊരു കാരണവശാലും സഭാംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്തതും അപ്രകാരം ലഭിക്കുവാൻ ആർക്കും അവകാശം ഇല്ലാത്തതും ആകുന്നു. ഞാനിന്ന് പറയുന്നത് അത് തന്നെയാണ്. മലങ്കര സഭയുടെ സ്വത്തുക്കളെന്ന് പറയുന്നത് വീതം വെക്കുക എന്നുള്ളത് അവിടെ വരുന്നില്ല. സ്വത്തുക്കളല്ല, മലങ്കര സഭ ആര് ഭരിക്കപ്പെടണം എന്നുള്ളതാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അത് ഭരിക്കപ്പെടുന്നത് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ച ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണം. അതാണ് ശ്രമം. മധ്യസ്ഥിനി സമാധാനമുണ്ടെങ്കിൽ 95 സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലങ്കരയിൽ സഭ ഒന്നേ ഉള്ളൂ, അത് മലങ്കര സഭയാണ്. അതിൻ്റെ തലവൻ കാതോലിക്ക ബാവയാണ്, അതിൻ്റെ അധ്യക്ഷൻ മലങ്കര മെത്രാപ്പോലീത്തയാണ് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അന്ന് മുതൽ ഇതിന് വിഘാതം നിന്നുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇതിന് ബോംബ് വെക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സഭ ഒന്നാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. 34 ഭരണഘടന അംഗീകരിക്കുക, 95 കോടതി വിധിക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, സ്നേഹത്തിൽ പോകാം. അല്ലാതെ മലങ്കര സഭ വീതിക്കാനുള്ളതല്ല. ഒന്ന് 1934, 1958, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1995 3 കോടതി വിധികളുണ്ടായി. ഈ 3 കോടതി വിധികളിലും പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യങ്ങളും അംഗീകരിക്കാനായിട്ട് ഓർത്തഡോക്സ് വിഭാഗം തയ്യാറാകാത്തതാണ് മെയിൻ പ്രശ്നം. കോടതി വിധികളെ 95 കോടതി വിധികളെ പാത്രികേസ് വിഭാഗം അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. 1995 കോടതി വിധിയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവയാണ് ഈ സുറിയാനി സഭയുടെ തലവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വ്യത്യാസവുമില്ല. ഇത് പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് നിത്യൻ ബാബ തിരുമനസ്സുണ്ടായിച്ച ഒരു കൽപ്പനയാണ് പാത്രികീസ് ബാബായ്ക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, വ്യവഹാരങ്ങളിൽ നിന്നും വിവേകത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് മുഖം തിരിക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്ന പ്രത്യേക ഒരു കാര്യം, മലങ്കര സഭയുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഏത് ഭരണത്തിനും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനായി പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസ് ബാബയെ അംഗീകരിച്ച് ഏകമായ മലങ്കര സഭയിൽ അദ്ദേഹത്തിന് അർഹമായ എല്ലാ സ്ഥാനങ്ങളും അവകാശങ്ങളും ബഹുമാനവും നൽകി ആദരിക്കുവാൻ നാം എപ്പോഴും തയ്യാറാണ്. എവിടാണ് പരാജയം? 2007 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് നിത്യൻ ബാബ അയച്ച കൽപ്പനയുടെ കോപ്പിയാണ് ഇപ്പോഴും പാത്രികീസ് ബാബയ്ക്ക് കൊടുക്കാൻ വേണ്ടുന്ന ബഹുമാന സഭ കൊടുക്കുന്നുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്ന് പാത്രികീസ് ബാബയുടെ പേര് മാറ്റിയിട്ടില്ല. അദ്ദേഹം ഇന്നും അദ്ദേഹത്തെ പ്രാർത്ഥനകൾ ഓർക്കുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പാത്രികീസ് ബാവയാണ്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ആഗമാന സുറിയാനി സഭയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആരാണ് ടോപ്പ് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. വിഭാഗമാണ്. വിഭാഗം മീൻസ് ഈസ് എ സെക്ഷൻ.
അപ്പോൾ സഭയുടെ തലവൻ പാത്രിക്കീസ് ബാവയാണ്. പിന്നെ തോമാസ് ലീഗായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന എന്നുള്ള രീതിയിൽ ഒരു കൽപ്പന ഇറക്കി. രണ്ടാമത് ഈ പാത്രിക്കീസ് വിഭാഗത്തിലെ ആളുകളെ പങ്കെടുപ്പിക്കാതെ അസോസിയേഷൻ വിളിച്ചു കൂട്ടിയതാണ് ഇന്ന് ഈ സമാധാനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഒരു ചെറിയ സംശയമുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ വിദേശത്തു നിന്ന് വന്ന ഒരു സഭയുടെ പാരമ്പര്യം നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നിങ്ങളും അവകാശപ്പെടുന്നുണ്ട്, എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടുകയും പക്ഷേ ഇപ്പം നമ്മൾ അന്ത്യോക്യയിലെ പരിശുദ്ധ ബാവനെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോസ് വെച്ചിട്ട് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ഒരു കോൺട്രഡിക്ടറി ഇല്ലേ? പാത്രിക്കീസ് ബാവ അംഗീകരിക്കത്തില്ല എന്ന് ഒരു ഓർത്തഡോക്സുകാരും പറഞ്ഞിട്ടില്ല. മലങ്കര സഭ എന്ന് പറയുന്നത് അതിൻ്റെ ആത്മീയ പിതാവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, വല്യച്ഛൻ മാതിരി. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് മുഴുവൻ സഭയും സ്വത്തുക്കളും കൂടെ എഴുതി കൊടുക്കണമെന്ന് പറയാൻ നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ത്യയുടെ ഒരു സഭയുടെയും സ്വത്ത് വിദേശത്തുള്ള ഒരു സഭയ്ക്കും പൂർണ്ണമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം അതേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരാൾ പറഞ്ഞു മലങ്കര അസോസിയേഷൻ്റെ കാര്യം. 2002 സുപ്രീം കോടതി വിധിയുടെ അനുസരിച്ച് അവർ പറഞ്ഞു ഒരു സഭയാണ്, തീർച്ചയായിട്ടും മലങ്കര അസോസിയേഷൻ കൂടി നടത്തണമെന്ന് പറഞ്ഞ് എല്ലാ പള്ളികൾക്കും കൽപ്പന അയച്ചിട്ട് പള്ളി പ്രതിപുരുഷന്മാരുടെ യോഗം കൂടി എല്ലാ പള്ളികളും കൂടി പാത്രിക്കീസ് വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗത്തിനും കൂടി കൽപ്പന അയച്ചിട്ട് ഓരോ പ്രതിപുരുഷന്മാരുടെയും ലിസ്റ്റ് സുപ്രീം കോടതി കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മള്ളിമഠിൻ്റെ നേതൃത്വത്തിൽ അവിടെ പരുമല വെച്ച് അസോസിയേഷൻ നടത്തി കൂടാനായിട്ട് നോട്ടീസ് കൊടുത്തു. എന്നിട്ട് അസോസിയേഷൻ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠ ബാബായും ആൾക്കാർ അവിടെ വരാതെ പുത്തൻകുരിശിലേക്ക് മാറി വേറെ അസോസിയേഷൻ തുടങ്ങിയതിൻ്റെ കാരണം അവിടെ നിന്നാണ് ഈ സ്പ്ലിറ്റ് ഉണ്ടായത്. ഇതൊക്കെ ഈ സ്വത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നതല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മൂലം മണ്ടത്തരമാണ്. അല്ല, ആ സ്വത്തിൻ്റെ പേരിൽ മാത്രം ഒരു തർക്കത്തിന് എന്തിന് ഒരു വിഭാഗം കൊണ്ട് മാത്രം ആ തർക്കം പരിഹരിക്കാൻ പറ്റിയില്ല? അപ്പോൾ എന്തുകൊണ്ട് ആ സ്വത്ത് തർക്കം പരിഹരിക്കാനുള്ള ഒരു നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല? സ്വത്തിൻ്റെ കാര്യത്തിൽ ശരിയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ സുപ്രീം കോടതി വരെ നടന്നിട്ടുള്ളത്. വർഷങ്ങളായിട്ട് കോടതിയിൽ ഇഞ്ചിഞ്ച് പൊരുതി നീതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ 10-20 വർഷമായിട്ടാണ്. അതിൻ്റെ ഒരു പര്യവസാനമാണ് 1995 സുപ്രീം കോടതി വിധി. അത് മാനിക്കാൻ തയ്യാറാകാതെ സമാധാനം അനുരഞ്ജനം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് ഉണ്ടാകേണ്ടത് പാത്രിക്കീസ് ഭാഗത്തു നിന്ന് മാത്രമാണ്. ഞാൻ അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ഒരു കാര്യം, കാരണം ഒരു നിങ്ങളുടെ സഭയിലെ പാവപ്പെട്ടവരുടെ കൂടി പണമാണ് ഈ വ്യവഹാരത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ഒരു ബാധ്യതയിൽ നിന്നും രണ്ട് കൂട്ടരും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചോദ്യത്തിന് ഉത്തരം ആദ്യമേ പറയാം. പാവപ്പെട്ട ജനങ്ങൾ ഭണ്ഡാരത്തിലിടുന്ന കാശും വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് മുമ്പ് എൻ്റെ സഹോദരന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. സഭയുടെ സ്വത്ത് വേണ്ടിയല്ല കേസ് നടത്തുന്നതല്ല എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളും വീണ്ടും പറയുന്നു സഭയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണെന്നും പറയുന്നു. അത് അവർക്ക് തന്നെ നിശ്ചയമില്ല സഭയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണോ കേസ് നടത്തുന്നതെന്ന്. അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. തീർച്ചയായിട്ടും അവർ യാക്കോബായ വിഭാഗങ്ങളിലെ പള്ളികൾ പിടിച്ചെടുക്കുന്നത് സ്വത്തുക്കൾ കൈയടക്കാൻ തന്നെ, ആ പള്ളിയുടെ സ്വത്തുക്കൾ കൈയടക്കാൻ തന്നെ വേണ്ടിയിട്ടാണ്. കേസിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. കേസിൻ്റെ കാര്യത്തെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുണ്ട്. 1995 ജൂൺ 21 കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ ഫുള്ളായിട്ടൊരു ന്യൂസ് വന്നു. സുപ്രീം കോടതി വിധി, സഭാതർക്കത്തിൽ സുപ്രീം കോടതി വിധി വന്നു. കേസിന് അനുകൂലമായിട്ട് എല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ്. പിറ്റേ ദിവസം അതേ പത്രത്തിൻ്റെ 5ാമത്തെ പേജിൽ ഒരു ചെറിയ ന്യൂസ് വന്നു. ഇടവക പള്ളികൾ ഇടവക്കാരാണ് ഭരിക്കേണ്ടതെന്ന്. 1995 സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിൽ 2 സെക്ഷനായിട്ടാണ്. ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുണ്ട്, ജസ്റ്റിസ് സഹായുടെ. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. ഡിവിഷൻ ബെഞ്ച് സഹായുടെ വിധിയോട് യോജിക്കുന്നില്ല. 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കണമെന്ന് 95 സുപ്രീം കോടതി വിധി ഒരു ഭാഗത്തും പറയുന്നില്ല. അതിനുശേഷം വന്ന വിധിയിൽ 2001-ലും 2007-ലും 2003-ലും കേരള ഹൈക്കോടതി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി വിധികൾ നമുക്ക് രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം കോടതി വിധികൾ അങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പോൾ ഈ പാത്രികേയ സഭയുടെ ലീഗൽ സെല്ലിൻ്റെ ഒരു മെമ്പർ എന്ന നിലയിൽ ഇതിൻ്റെ കേസിൻ്റെ നാൾ വഴികൾ വളരെ ചുരുക്കി ഒന്ന് പറയാമോ? 1995 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിഗ്രി പ്രകാരം ഈ ഇടവ പള്ളികളുടെ സ്വത്തുക്കളുടെ അവകാശം മുഴുവൻ ആ പള്ളിയിലെ മെമ്പേഴ്സിനാണ്. അതിനുശേഷം ആ ഡിഗ്രി എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തഡോക്സ് വിഭാഗം 95 വിധി ഒരു ഫൈനൽ വെർഡിക്റ്റ് ആയിരുന്നു. ഫൈനൽ വെർഡിക്റ്റ് ആയിരുന്നു. ആ വിധിയുടെ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട്, അതായത് ഏകദേശം 1064 പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് ഓർത്തഡോക്സ് വിഭാഗം 2002 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ പോലീസ് പ്രൊട്ടക്ഷൻ ഹർജി കൊടുത്തു.
അതായത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പള്ളികൾ കെട്ടണമെന്ന് പറഞ്ഞ് ആ കോടതി വിധിയാണ് രണ്ട് സഭയെ സംബന്ധിച്ചും നിർണായകമായ വിധി. ആ വിധി മുതൽ രണ്ട് സഭയാണ്, അതായത് പാത്രിക്കീസ് സഭ വേറെ, ഓർത്തഡോക്സ് സഭ വേറെ. ആ വിധിയോടുകൂടി രണ്ടുപേരും രണ്ട് സഭ, അതായത് അതിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19(1) പ്രകാരം പാത്രിക്കീസ് സഭ 1934 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിട്ടു പോരാമെന്നും ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം പുത്തൻകുരിശിൽ വെച്ച് പാത്രികീസ് സഭ ഒരു അസോസിയേഷൻ കൂടുകയും ആ അസോസിയേഷൻ്റെ ഭരണഘടന ബൈലോസും ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം ആ ഫൈനൽ ഡിസ്പോസൽ ഇങ്ങനെയായിരുന്നു, രണ്ടും രണ്ട് സഭയാണ്. അതായത് പാത്രികീസ് സഭ 2002 മുതൽ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരിക്കപ്പെടേണ്ട ഒരു സഭയല്ല. 72-ൽ ആണ് ആദ്യമായിട്ട് കോലഞ്ചേരിയിൽ ഒരു പൊതുയോഗം നടന്നത്. അന്ന് രണ്ടുപേരും ഒരു സഭയായിരിക്കുമ്പോഴാണ് 72. അതിന് ശേഷം ഒരു പൊതുയോഗം കോലഞ്ചേരിയിൽ നടന്നിട്ടില്ല. 73-ൽ അവർ വീണ്ടും പൊതുയോഗം വിളിച്ചു, 34 കോൺസ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കബിൾ വേണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. ആ പൊതുയോഗം ഒരു തീരുമാനം എടുക്കുക, അത് പിരിയ ചെയ്ത്. അതിനുശേഷം 1980-ൽ ഓർത്തഡോക്സ് വിഭാഗം അഡ്മിനിസ്ട്രേഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് കോലഞ്ചേരി പള്ളിക്കോടതിയിൽ അഡ്മിനിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അത് സെക്ഷൻ 92 കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ആ സൂട്ട് ഡിസ്മിസ് ചെയ്യുക ചെയ്തത്. അന്ന് കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ട് കൂട്ടക്കാരും കൂടെ കൂടി 2-1 ആഴ്ച ഓൾട്ടർനേറ്റീവായിട്ട് അങ്ങനെയാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് പാത്രിക്സ് വിഭാഗം കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുകയും ആ കേസിന് ഇൻ്റർവ്യൂ ഓർഡറായിട്ട് പറഞ്ഞു 72 ശേഷം പൊതുയോഗം നടക്കാത്തതുകൊണ്ട് 72-ൽ, അതായത് അന്ന് യൂണിറ്റി ആയിട്ടിരിക്കുമ്പോൾ അന്ന് പള്ളി കമ്മിറ്റി മെമ്പേഴ്സായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ പള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. അന്ന് അവർ പുത്തൻകുരിശിൽ യോഗം നടക്കുന്നത് ഏത് വർഷമാണ്? പുത്തൻകുരിശിൽ 2002-ൽ. അത് അന്ന് മുതൽ രണ്ട് സഭയായി. പാത്രിക് സഭ 34 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരിക്കപ്പെടേണ്ട ഒരു സഭയല്ല. പക്ഷേ അതിനകത്തൊരു കാര്യം, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ പോലും അവർക്ക് പുറത്തു നിന്ന് സ്വത്തിന് അവകാശം പറയാം. ഭരണഘടന അനുസരിച്ച് ഈ മലങ്കര അസോസിയേഷനിൽ പങ്കുചേരാതിരിക്കാനുള്ള അവകാശം പാത്രിക ഭാഗത്തിനുണ്ട്, പാത്രിക ഭാഗത്തിൽ ആർക്കും ഉണ്ട്. അതവർ എക്സസൈസ് ചെയ്തു. അവർ പോയി ഇതിനെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി വേറെ ഒരു സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഒരു സൊസൈറ്റി ഉണ്ടാക്കി, യാക്കോബ സഭ എന്നാണ് അതിന് പറയുന്നത്. ആ സൊസൈറ്റി അവരുടെ ഭാഗം. അപ്പോൾ എൻ്റെ ഭാഗം കയ്യിലിരിക്കുന്നു, അപ്പുറത്തിരിക്കുന്നവൻ്റെ പോക്കറ്റിൽ വേണം. അതാണ് വിളിച്ച് നടക്കുന്ന കാര്യങ്ങൾ. ഇവിടുന്ന് വിട്ടുപോയവരാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മക്കളിൽ ഒരാൾ ഇറങ്ങിപ്പോയാൽ അങ്ങനെ പങ്കിടാൻ അവകാശമില്ല. ഇത് ആദ്യത്തെ വിഭജനമൊന്നുമല്ല. മർത്തോമാക്കാർ ഏതാണ്ട് മർത്തോമായിലെ ആദ്യത്തെ തിരുമേനി 6 വർഷം മലങ്കര സഭ അടക്കി ഭരിച്ചു. റോയൽ കോർട്ടിൻ്റെ ഓർഡർ വന്നപ്പോൾ അദ്ദേഹം അത് മുഴുവൻ ഇട്ടേച്ച് സ്ഥലം വിട്ടു. ആ കോർട്ടിൻ്റെ ഓർഡറിനെ അദ്ദേഹം മാനിച്ചു. അതുപോലെ റീത്തുകാർ, ഇന്നത്തെ മലങ്കര കാതലിക്സ്, അവരും ഇതുപോലെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അതിഭയങ്കരമായ വഴക്കുകളൊക്കെ ഉണ്ടാക്കി. അവരും വിധി വന്ന സമയത്ത് അവരും ഇതുപോലൊരു സൊസൈറ്റി, അതായത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അവരും പുറത്തുപോയി. CSIക്കാരുമായിട്ടും വഴക്കുണ്ടായിട്ടുണ്ട്, അവരും പുറത്തുപോയി. മർത്തോമാക്കാരെ, റീത്തുകാരെ, CSIക്കാരെ എല്ലാം ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കോർട്ടിൻ്റെ വിധി വരുമ്പോൾ സമാധാനമായിട്ട് പോയിട്ടേ ഉള്ളൂ. എന്നാൽ ചില അവർ ഉന്നയിച്ച പോലെ തന്നെ ചില ഭാഗങ്ങളിൽ, ചില ചർച്ചുകളിൽ, ഫോർ എക്സാമ്പിൾ ചെങ്ങന്നൂർ ചർച്ച്, മർത്തോമാക്കാർക്കും അവകാശമുണ്ട്, വലിയ പള്ളി, പഴയ പള്ളിയാണ്, സുറിയാനി പള്ളി, മർത്തോമാക്കാർക്കും അവകാശമുണ്ട്, സെമിട്രിയും അവകാശമുണ്ട്, ഓർത്തഡോക്സുകാർക്കും അവകാശമുണ്ട്. പള്ളികളിലെ പണമുള്ള പള്ളികൾക്ക് മാത്രമേ എല്ലാ പള്ളികളും അന്ന് പരിഹരിച്ചതാണ്. അപ്പം നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുന്നുണ്ട്, സമാധാനം ഉണ്ടായത് 2 വിധത്തിലാണ്. ഒന്ന്, കോർട്ട് ഓർഡർ അന്നത്തെ പൂർവ്വപിതാക്കന്മാർ മാനിച്ച്, പിന്നീട് ഇപ്പോൾ മർത്തോമാക്കാരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വഴക്കുമില്ലല്ലോ, റീത്തുകാരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വഴക്കുമില്ലല്ലോ, CSIക്കാരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വഴക്കുമില്ലല്ലോ. അപ്പോൾ അത് മാനിക്കുക, ഒന്ന്, സമാധാനം ഉണ്ടാകണമെങ്കിൽ. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞ പോലെ ഇടവകക്കാരെല്ലാം കൂടെ തീരുമാനിക്കുക. ഇപ്പം ചില ഇടവകകളിലൊക്കെ അവർ സമാധാനരചന നടത്തി, നിങ്ങൾ കുറച്ച് സ്വത്തുക്കൾ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ കുറച്ച് ഭൂമി കൊണ്ടുപോയിക്കോ, അങ്ങനെയുള്ള ഒരു സമാധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 2 വിധത്തിൽ ഇവിടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ. കോർട്ട് വിധി മാനിക്കാതെ ഇത് എത്ര കാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലും സഹോദരങ്ങൾ തമ്മിൽ തല്ലുമെന്നുള്ളതല്ലാതെ യാതൊന്നുമില്ല. പക്ഷേ ചരിത്രം എപ്പോഴും ആവർത്തിക്കും. ഇതിന് അതുപോലെ തന്നെ സമാധാനം ഉണ്ടാകത്തുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ മലങ്കര അസോസിയേഷൻ്റെ ഭരണഘടന പള്ളികൾക്ക് ബാധകമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മളിതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മലങ്കര അസോസിയേഷൻ എങ്ങനെ ഉണ്ടായി എന്നൂടെ ആലോചിക്കണം. 1876 മലങ്കര അസോസിയേഷൻ ഇവിടെ രൂപീകൃതമാകുന്നത്. അതിനു മുന്നേ ഇവിടെ ഇളവ് പള്ളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1876 മലങ്കര അസോസിയേഷൻ ഉണ്ടാക്കുവാൻ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവ കൽപ്പന അയച്ചു. ആ കൽപ്പനയിൽ എങ്ങും പറയുന്നില്ല നിങ്ങൾ ഈ അസോസിയേഷനിൽ മെമ്പറായി കഴിഞ്ഞാൽ
നിങ്ങളുടെ ഇടവക സ്വത്തുക്കൾ ഈ അസോസിയേഷൻ്റെ ഭാഗമാണ് നിങ്ങൾ പറയുന്നില്ല. ഇടവപ്പള്ളികൾ വേറെയാണ്. ഇടവപ്പള്ളികൾക്ക് ഈ പൊതുവായിട്ടുള്ള ഈ അസോസിയേഷൻ നേരായ രീതിയിലല്ല പോകുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഇടവപ്പള്ളികൾക്ക് ആ അസോസിയേഷനിൽ നിന്ന് മാറി നിന്ന് വേറൊരു അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പുത്തൻകുരിശിൽ രൂപീകൃതമായ അസോസിയേഷനാണോ ജാക്കോബിറ്റ് സഭയുടെ ഒരു പരമോന്നത ബോഡി എന്ന് പറയുന്നത്? അതെ അതെ. നാട്ടിൽ 34 ഭരണഘടന അനുസരിച്ച് കോർട്ട് വിധി ഉണ്ടായിരുന്നു. ഈ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന കോർട്ട് വിധി അത് നടപ്പാക്കാനായിട്ടാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഏതാണ്ട് തീരും. അതിനുവേണ്ടിയായിരുന്നു പരിശുദ്ധ ബാവായും എല്ലാം സത്യാഗ്രഹം ഇരുന്നത്. ഒരു കാര്യം, ഇതിനൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഈ വിഷയം കുറച്ചുകൂടെ മൂർധന്യത്തിലെത്താനായിട്ട് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് രണ്ട് കൂട്ടരും അതൊരു ബലപ്രയോഗത്തിലൂടെ കാര്യം നടത്തിയെടുക്കാം എന്നുള്ള ഒരു ധാരണ രണ്ട് കൂട്ടർക്കും ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ബലപ്രയോഗത്തിൽ കൂടുതൽ നടക്കത്തില്ല ഈ കാര്യം. പരസ്പരം ഒരു കാര്യമുണ്ട്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു ചെറിയ ഇടവകയിൽ എത്രമാത്രം ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ ഉൾക്കൊള്ളുന്ന സമൂഹമുണ്ട്. അവിടെയൊക്കെ നമ്മൾ കോടതി വിധിയെയും അതുപോലെ സമയാവത്തിലെത്താൻ അവിടുത്തെ ആളുകളെയും കൂടെ കണക്കിലെടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലാതെ കോടതി വിധി മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നതിൽ ഒത്തിരി തെറ്റുകളുണ്ട്. അല്ലെങ്കിൽ മർത്തോമാ സമുദായം ചെയ്ത പോലെ ഞങ്ങൾക്കൊന്നും വേണ്ട, ഒരു സ്വത്തും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ റീത്ത് സമുദായം ചെയ്ത പോലെ ഞങ്ങളുടെ സ്വത്തുക്കൾക്കൊന്നും വന്നില്ല. അതുപോലെ പാത്രികീയ സമുദായം കോടതി വിധി മാനിച്ച് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ പരസ്പര സമയാവത്തിൽ എത്ര ആളുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വത്തുക്കളുമായി ആ സഭാവിശ്വാസമായി മുന്നോട്ട് പോകാത്രേ. തങ്ങളുടെ ഭാഗത്തുനിന്ന് സമവായത്തിനുള്ള യാതൊരു സജഷനും അതിനോടനുബന്ധിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സെക്കൻഡ്. ഇടവപ്പള്ളിയുടെ അവകാശ തർക്കത്തെപ്പറ്റി 1995 സുപ്രീം കോടതി വിധിയുടെ ഒരു ഭാഗം വളരെയധികം വളച്ചു കോട്ടിയടിച്ചാണ് ഇന്ന് ഈ സഭയിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായത്. 1934 ഭരണഘടന പൊതുവായിട്ട് അംഗീകരിച്ചതുകൊണ്ട് അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഇടവപ്പള്ളി ഭരണം നടത്തുവാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ആ സത്യം വളച്ചൊടിച്ചിട്ടാണ് പറയണത് ഏതെങ്കിലും ഒരു ഇടവയ്ക്ക് ഏതെങ്കിലും സമുദായത്തിലൊക്കെ എപ്പോഴെങ്കിലും പോകാം എന്നുള്ളൊരു ധാരണ വളരെ വളരെ തെറ്റാണ്. ഒരു കുടുംബത്തിൽ ഒരു പള്ളിയിൽ 100 പേരുണ്ടെങ്കിൽ 51 പേര് തീരുമാനിക്കുകയാണ് നാളെ മുതൽ ഞങ്ങൾ പെന്തിക്കോസ്ത് സഭയിൽ ചേരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഭൂരിപക്ഷം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും. അങ്ങനെ ഒരു വിഷയമുണ്ട്. കാരണം കോലഞ്ചേരി പള്ളിയിൽ ഏകദേശം 400ഓളം ആൾക്കാർ മറ്റുള്ള കൂട്ടായ്മകളിലേക്ക് ഈ ഇടവകളിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് രണ്ട് കൂട്ടരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസമല്ല ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടാണല്ലോ 400 കുടുംബങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകുന്നത്. എന്താണ് അപ്പോൾ നിങ്ങൾ കോലഞ്ചേരി പള്ളിയിൽ നിന്ന് മാത്രമല്ല, ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഇടവകളെ സംബന്ധിച്ച് ഓർത്തഡോക്സ് ഭാഗത്തിനും പാത്രികീസിന് ഭാഗത്തിനും യാതൊരു ലാഭവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാര്യം ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഇത്തരം വഴക്കുകളിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലാതെ ഈ സഭ തന്നെ വിട്ടു പോയിട്ടുണ്ട്. അവർ ഓർത്തഡോക്സിൽ നിന്നും പോയിട്ടുണ്ട്, പാത്രികീസ് ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും സഭയുടെ ഒരു പുരോഗതിക്ക് ഈ വഴക്കുകൾ ഭൂഷണമല്ല. ഈ നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴക്കുകൾ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് നിങ്ങളും. അപ്പം തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ്. പരിശുദ്ധ പാത്രികീസ് ബാവായ തലവനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു പാത്രികീസ്, ഒരു കാതോലിക്കോസ്, ഒരു ഭരണഘടന ആ രീതിയിൽ പോകാനാണെങ്കിൽ ഇവിടെ സഭാ സമാധാനം നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുമെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പാത്രികീസ്, ഒരു കാതോലിക്കോസ്, ഒരു ഭരണഘടന. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇടവക പള്ളികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു അപ്പന് 7 മക്കളുണ്ട്, അമ്മയ്ക്ക് 5 പേര് 3 പേര് 5 പേര് വിചാരിക്കുക അമ്മയല്ലെന്ന് പറഞ്ഞാൽ അമ്മയല്ലാതാകുമോ? അതിലുപരി ഹൈ ചർച്ച് ലോർഡ് ചർച്ചിനൊന്ന് വിവാദമായ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് അവർ തീരുമാനമെടുത്തത് ഒരു പള്ളിയോ ഒരു സമുദായമോ ഏത് ലക്ഷ്യത്തിൻ്റെ പേരിൽ ആരംഭിച്ചുവോ അവരിൽ 99 പേരും അതിൽ നിന്ന് മാറിപ്പോയാലും ഒരു വ്യക്തിയെങ്കിലും ആ പള്ളിയിൽ അതിൻ്റെ പ്രധാന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിലനിന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ആൾക്കിരിക്കും ആ പള്ളിയുടെ അവകാശമെന്നാണ്. ആ വിധിന്യായം ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം വിലപ്പോവില്ല. കാരണം ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്, ഒരു സെക്കുലർ കൺട്രിയാണ്. അതിൻ്റെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഇന്ത്യക്കാരനായ ഒരു ഇന്ത്യൻ പൗരന് ഏത് മതവിശ്വാസിയാകണം എന്ന് അവന് തിരഞ്ഞെടുക്കാം. ഒരു മതവിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകാനും അവന് ആവശ്യമാണെങ്കിൽ അവന് പോവാം. അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. 1934 മലങ്കര ഓർത്തഡോക്സ് ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ താഴെയുള്ളൊരു സംഭവമാണ്.
34 ഭരണഘടനയല്ല വലുത്. 34 ഭരണഘടന അനുസരിച്ച് അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയിലെ പീനൽ കോഡ് അനുസരിച്ചിട്ടാണ്, ഇന്ത്യയിലെ സിവിൽ കോഡ് അനുസരിച്ചിട്ടാണ്, ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചിട്ടാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് എനിക്ക് ഏത് അസോസിയേഷനിലോ ഏത് മതത്തിലോ വിശ്വസിക്കാം. നിങ്ങൾക്ക് ബലം പ്രയോഗിച്ച് 34 ഭരണഘടന എൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്ന സഭയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി വിധിയിലെ വിധി നടത്തിപ്പിൽ ആ ക്ലാരിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനകത്തുനിന്ന് പോകുന്നത് 34 ഭരണഘടന അനുസരിച്ച് പിന്തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അസോസിയേഷനിൽ നിന്ന് പോയി വേറൊരു അസോസിയേഷൻ രൂപീകരിക്കുന്നത് കുറ്റകരമല്ല. വളരെ വ്യക്തമായിട്ട് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അവകാശമാണ് ഞങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഭരണഘടന അനുസരിച്ച് മാത്രമേ മലങ്കരയിലെ പള്ളികൾ ഭരിക്കപ്പെടാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സഭയിൽ ഇപ്പം ഈ രണ്ട് സഭയിലും കക്ഷിയല്ലാത്ത ഒരാളെന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? എനിക്കും തോന്നുന്നത് ഇതൊരു സ്വത്ത് തർക്കം പോലെയാണ് ഇത് മൊത്തത്തിൽ തോന്നുന്നത്. ഇപ്പം അതുപോലെ ഒരു അധികാര മോഹത്തിൻ്റെ ഒരു ശ്രുതി എവിടെയോ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു അനുരഞ്ജനം വേണമെന്നുണ്ടെങ്കിൽ സഭ രണ്ടുകൂടെ പഴയ പോലെ തന്നെ ഒന്നായി ഒരു മെത്രാൻ്റെ കീഴിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മധ്യസ്ഥം പറഞ്ഞ മാതിരി തന്നെ അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. മലങ്കര സഭ ഒന്നേ ഉള്ളൂ, ആദ്യം സൂചിപ്പിച്ചതാണ്. മലങ്കര സഭയുടെ കീഴിലെ പരിശുദ്ധ കാതോലിക്ക ബാബയുടെ അണ്ടറിൽ സ്വതന്ത്രമായിട്ട് ഈ സഭ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട എൻ്റെ പാത്രിക സ്വഭാവത്തിലെ സുഹൃത്തുക്കൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ തെറ്റിദ്ധാരണ ധാരാളം പരത്തുന്നതിൽ പാത്രിക സ്വഭാവം വളരെ വിദഗ്ധരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞപ്പോൾ മലങ്കര സഭ ഒരു ഭാഗമാണെന്ന് കയറി അടിച്ചു കളഞ്ഞു. ഇതാണ് മെയിൻ പ്രശ്നം. മലങ്കര സഭ ഒരിക്കലും ഭാഗമല്ല, പാർട്ട് ആൻഡ് ഡിവിഷൻ. മലങ്കര സഭ ഒരു വിഭാഗമാണ്. ആഗമാന സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. എത്യോപ്യൻ ചർച്ച്, കോപ്റ്റിക് ചർച്ച്, എറിട്രിയൻ ചർച്ച്, ഇങ്ങനെ 6 ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് ഉണ്ട്. 6 ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് പെട്ട ഒരു സഭയാണ് മലങ്കര സഭ. എറിട്രിയൻ പാത്രികീസിനും കോപ്റ്റിക് പാത്രികീസിനും ഉള്ള അതേ സ്ഥാനമാണ് മലങ്കര സഭയിൽ കാതോലിക്ക ബാബയ്ക്കുള്ളത്. അത് നമുക്കെല്ലാം വളരെ നിശ്ചയമായുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ പരത്തി 2002 ഏത് സഭയിലും പോയി എത്ര പേര് പോയി മതം മാറി പല മതങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ആർക്കും മതം മാറാനും വിഭാഗം മാറാനും ഭാഗം മാറാനും അവകാശമുണ്ട്. പക്ഷേ പ്രശ്നം വിട്ടുപോയി കഴിഞ്ഞിട്ട് ഇത് എന്താണെന്നും പറഞ്ഞുകൊണ്ട് കയറി വരാം. ഇവിടെ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം, ഈ ചരിത്രരേഖകളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള വളച്ചൊടിക്കുന്ന പ്രവണത ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധീകരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അല്പം മുമ്പ് പറയുകയുണ്ടായി തൊഴിയൂരുകാർ നെസ്തോറിയൻ സഭക്കാരാണ്. എൻ്റെ പ്രിയ സുഹൃത്ത്, തൊഴിയൂരുകാർ നെസ്തോറിയൻ സഭക്കാരല്ല, അവർ നമ്മുടെ അതേ വിശ്വാസം സ്വീകരിക്കുന്നവരാണ്. നെസ്തോറിയൻ സഭ എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള വേറെ ഒരു ചെറിയ വിഭാഗമാണ്. അവർക്ക് തൊഴിയൂരുകാരുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ സെൻറ് തോമസ് കേരളത്തിൽ വന്നിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അതിൻ്റെ മുഴുവൻ പരമാധികാരം എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. ഈ കഴിഞ്ഞ മാസത്തെ മനോരമ പത്രത്തിലൊരു വാർത്ത കണ്ടായിരുന്നു. അതായത് സെൻറ് തോമസ് കേരളത്തിൽ വന്നതിന് തെളിവില്ലെന്ന് വലിയൊരു പ്രമുഖ പുരാവസ്തു ഗവേഷകൻ പറഞ്ഞിരിക്കുന്നു. ഇത്രയും ഈ വലിയ ചോരത്തിളപ്പുള്ള നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ മറ്റുള്ള ആരും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞു കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു യാതൊരു തെളിവുകളും ഇവിടെ ഇല്ല. പക്ഷെങ്കിൽ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ രീതിയിലാണ് നമ്മളത് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ തർക്കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. തർക്കത്തിൻ്റെ കാര്യം പറഞ്ഞു മർത്തോമാക്കാർ പിരിഞ്ഞു പോയി, റീത്തുകാർ പിരിഞ്ഞു. അതിന് മുമ്പിലും തർക്കം ഉണ്ടായിട്ടുണ്ട്. കൂനക്കുരിശ് സത്യത്തിൻ്റെ സമയത്ത് കത്തോലിക്കരുമായിട്ട് എങ്ങനെയാണ് പിരിഞ്ഞത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചരിത്രം എടുത്തൊന്ന് വായിച്ചു നോക്കണം. കാരണം അതിനകത്ത് പള്ളികൾ വീതം വെച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അല്ല, അപ്പോൾ ജാക്കോബിറ്റ് സഭ അവർ വിശ്വാസികൾ മാത്രമല്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ വഴക്ക് ഇപ്പോൾ ഒരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഓർത്തഡോക്സുകാരനായിക്കോട്ടെ പാത്രികേസുകാരനായിക്കോട്ടെ, അവർ മാത്രമല്ല, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും ദേഹത്ത് കൊള്ളും. അതുകൊണ്ട് നമ്മൾ മേലധ്യക്ഷന്മാർ ഈ അണികളെ തെരുവിലേക്ക് ഇറക്കി വെട്ടാനും കുത്താനും വിടുന്ന പ്രവണത ഒഴിവാകണമെങ്കിൽ നമ്മളിപ്പോഴുള്ള വിശ്വാസികൾ താഴെയുള്ളവർ അവരെ നിരുത്സാഹപ്പെടുത്തണം. ഇവിടെ വന്ന് കൈ നീട്ടുമ്പോൾ ഇഷ്ടം പോലെ കാശ് കൊടുക്കും. ആ കാശും കൊണ്ടുപോയിട്ടാണ് അവിടെ വെട്ടാനും കുത്താനും ആൾക്കാരെ അയക്കുന്നത്. ആ പ്രവണത നിൽക്കണമെങ്കിൽ നമ്മൾ അവരെ ബോധപൂർവം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഒരൊറ്റ കാര്യം ഞാനിപ്പോൾ പറയട്ടെ, ഇത് നടപ്പിലാകുകയാണെങ്കിൽ നാളെ ഈ ശ്രേഷ്ഠ ബാബായും പരിശുദ്ധ ബാബ കോട്ടയത്തിരിക്കുന്ന അദ്ദേഹം ആ ബാബായും കൂടെ രണ്ടുപേരും കൂടെ തിരുവനന്തപുരം ഒരേ പന്തലിൽ പോയി സമരപന്തലിൽ ഇരിക്കുന്ന നമുക്ക് കാണാം. മറ്റൊന്നുമല്ല, ഈ ഡിസ്പ്യൂട്ടുള്ള പള്ളികൾ, കോലഞ്ചേരി പള്ളി ഉൾപ്പെടെ, ഈ പള്ളികളുടെ സ്വത്ത് സർക്കാർ ഏറ്റെടുത്തിട്ട് പറയുകയാണ് പള്ളികളുടെ നിയന്ത്രണം ഭരണം നിങ്ങൾ ആയിക്കോ, കുഴപ്പമില്ല, 1934 കോൺസ്റ്റിറ്റ്യൂഷൻ സർക്കാർ ഏറ്റെടുത്തിട്ട് നിഷ്പക്ഷമതികളായിട്ടുള്ള അച്ഛന്മാരെ ആ പള്ളികളിലേക്ക് നിയോഗിക്കുന്നു. ഒരു സഭയും ഒരു സഭാംഗവും ഗവൺമെന്റ് ഏറ്റെടുക്കാനായിട്ട് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോളേജ് ലെക്ചേഴ്സിനോ കൊടുക്കുന്ന പോലെ തന്നെ സ്വത്ത് അവരുടെ ശമ്പളം സർക്കാരിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നേർച്ചയുടെ നയാ പൈസ പോലും പള്ളിക്ക് അവരുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഇവർ പിന്നെ അടിക്കാൻ പോകത്തില്ല. ഈ സ്വത്തിൻ്റെ പേരിൽ തന്നെയാണ് അടിക്കുന്നത്. അല്ല, പ്രിയ സുഹൃത്ത് പറഞ്ഞ പോലെ ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു അടിയില്ല. മലങ്കര ചർച്ചിലെ ഒരു വിഷയം, അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി 21-ാം നൂറ്റാണ്ട് വരെ എത്തി നിൽക്കുന്ന
ഈ ഒരു സഭയുടെ വിഷയങ്ങൾ ദേശവും ദേശികവും വൈദേശികവുമായ വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സ്വത്തിനെക്കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഈ സഭാ പാരമ്പര്യം പറഞ്ഞു വരുമ്പോൾ കോഴിയാണോ കോഴിമുട്ടയാണോ ഏറ്റവും വലുത് എന്നുള്ള ഒരു ചർച്ചയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ രണ്ട് സഭകളിലെ അംഗങ്ങൾക്കും ഒരു സമാധാന ശ്രമത്തിൽ സമാധാനത്തിൽ ഈ വിഷയം പരിസമാപിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ എല്ലാവരും അവരുടെ നിയമവും നിയമവശങ്ങളും ഒക്കെ ഇവിടെ അവലോകനം ചെയ്തു. എങ്കിൽ കൂടിയും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അതിന് സഭാ നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട്, കാരണം കേരളത്തിലെ 7%, 8% വരുന്ന ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഈ സഭാ അംഗങ്ങൾ കേരളത്തിലെ മൊത്തം സമാധാനത്തിനും സമൂഹത്തിനും നിങ്ങളുടെ വിശ്വാസത്തിനും ക്രിസ്തീയ വിശ്വാസത്തിനും അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി സഭാ നേതൃത്വവും സഭാ മക്കളും ഇതിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ഇവിടെ പൊതുവായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു അഭിപ്രായം. അതിന് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിപ്പിക്കുന്നു. ഈ ആഴ്ചയിലെ സംവാദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ പരിപാടിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.